ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്യാമ സുശീലയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ഇന്ദ്രൻ്റെയും സത്യൻ്റെയും സോനയുടെയൊക്കെ മുന്നിൽ വെച്ച്. അപ്പോൾ ശ്യാമ പറയുകയാണ്, മോന് അമ്മയെ ഏൽപ്പിച്ച കുടുംബത്തെ തിരിച്ച് സന്തോഷത്തോടു കൂടി മോന് തന്നെ തിരിച്ചേൽപ്പിക്കാൻ അമ്മക്ക് കഴിഞ്ഞില്ലല്ലോ. പകരം ഒരു ഫ്രോഡ് സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എല്ലാം തകർത്ത് കളയുകയല്ലേ ചെയ്തത്. കേട്ടപ്പോൾ ഇന്ദ്രൻ പറയണ, എടാ സൂക്ഷിച്ച് സംസാരിക്കണം. ഹർഷയോട് നിനക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് അവളോട് നേരിട്ട് കാണിക്കണം, അല്ലാതെ അമ്മ ക്ഷണിച്ചത് ഒരു ഫ്രോഡിനെയാണ് എന്നല്ല പറയേണ്ടത്. അത് കേട്ടപ്പോൾ സോന പറയണേ, എന്താ ഏട്ടൻ ഇപ്പോഴും ഹർഷയെ ന്യായീകരിച്ച് സംസാരിക്കുകയാണോ? ഞാൻ ന്യായീകരിച്ചതൊന്നുമല്ല. അമ്മയെ ചേർത്ത് വെച്ച് ഹർഷയുമായിട്ട് ഫ്രോഡ് പെണ്ണ് എന്നൊന്നും സംസാരിക്കാൻ പാടില്ല. അപ്പോൾ സത്യം പറയണേ, എന്നാലും ആ ഫ്രോഡ് ഹർഷയുമായിട്ടുള്ള ബന്ധം നിർത്താനൊന്നും അമ്മയോട് പറയാൻ ഏട്ടന് കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആണ്ട് ദേഷ്യപ്പെട്ട് കണ്ട് ഇന്ദ്രൻ നീക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, നീയൊക്കെ എന്താടാ കരുതിയത്? അമ്മയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? അമ്മയ്ക്കറിയാം ഏതാണ് ഫ്രോഡ് ഏതാണ് നല്ലത് എന്നുള്ളതൊക്കെ. നമ്മളെയൊക്കെ ഇതുവരെ വളർത്തി വലുതാക്കിയില്ലേ. അപ്പോൾ അങ്ങനത്തെ അമ്മയോടൊന്നും ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. നീ ആദ്യം നിന്റെ അമ്മയെ അടിച്ചവളെ ചോദ്യം ചെയ്യാൻ വേണ്ടി നോക്ക്, അല്ലാതെ അവൾക്ക് വേണ്ടി ഭാഗം പിടിക്കുകയല്ല വേണ്ടത്. എന്നിട്ട് സ്വന്തം അമ്മയെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് എണീറ്റ് ദേഷ്യപ്പെട്ടു പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംസാരം നടക്കുന്നത്. അങ്ങനെ ഇന്ദ്രൻ കഴിച്ച പാത്രം എടുക്കുകയാണ് സുശീല. എന്നിട്ട് പറയുകയാണ്, അമ്മയെ അടിച്ചാലും രണ്ട് വശമുണ്ടെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അവൾ എന്ത് കൈവശമാണ് നിങ്ങൾക്കൊക്കെ തന്നത് എന്ന് പറഞ്ഞ് സുശീല അവിടെ നിന്ന് പോവാണ്ട. അപ്പോൾ പ്രതിഭ പറയണേ, ഞാൻ കൊണ്ടുവച്ചോളാം അമ്മേ എന്ന് പറയുമ്പോൾ, അയ്യോ വേണ്ടേ, അമ്മയുടെ കൂടെ നിൽക്കുന്ന ഇന്ദ്രൻ കഴിച്ച ഭക്ഷണം കൊണ്ടുപോയി വെച്ചു എന്ന് കരുതിയിട്ട് നിന്റെ ഭർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് സുശീല പോവുകയാണ്. പിന്നീട് ചീരു ദാസാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ദാസാറിൻ്റെ വീട്ടിൽ മഞ്ചാടി ഉണ്ടാവും. അണ്ണൻ എവിടെ ചീരു എന്ന് ചോദിക്കുമ്പോൾ ദയയെ കാണാൻ വേണ്ടി ശബരിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, അയ്യോ അത് പ്രശ്നമാകുമല്ലോ എന്ന് പറയുമ്പോൾ ചീരു എന്താ അങ്കിൾ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് നിങ്ങളൊന്നും അറിയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങളോട് പിന്നീട് വിശദമായി പറയാം. ഞാൻ ആദ്യം ശബരിയുടെ ഫോണിലേക്കൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും മാഷ് ശബരിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ വാസന്തിയും ധനനും ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ വാസന്തിയും ധനനും പറയുകയാണ്, എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്? ശബരിയല്ലേ പറഞ്ഞത് ദയ പഞ്ചരത്നത്തിലുണ്ട് എന്ന്, പിന്നെ എന്തിനാ ഇവിടേക്ക് ഇപ്പോൾ ഈ വരവിൻ്റെ ഉദ്ദേശം എന്നൊക്കെയാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടി പറയുന്നത്. അങ്ങനെ മാഷിനെ കാണുന്ന സമയത്ത് ധനനും വാസന്തിയും പറയുകയാണ് കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. ദയ ഇവിടെ നിന്നും ആരോടും മിണ്ടാതെ ഇറങ്ങിപ്പോയ സമയത്ത് ശബരി എവിടെ നിന്നൊക്കെ അവളെ കണ്ടുപിടിച്ച് നേരെ പഞ്ചരത്നത്തിൽ ആക്കിയതിൻ്റെ ശേഷമാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോൾ മാഷ് ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? പഞ്ചരത്നത്തിലേക്ക് ദയ വന്നോന്നോ? അപ്പോൾ ഞാൻ എൻ്റെ മകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്, അപ്പോൾ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ വാസന്തിയും ധനനും അന്തം വിടുകയാണ് കേട്ടോ. അങ്ങനെ മാഷ് നേരെ രാമനാഥനെയും ശബരിയെയും കാണാൻ വേണ്ടി അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മോൾ എവിടെ? ദയയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, അവളെ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് വെപ്രാളം പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശബരിയും രാമനാഥനും നിന്ന് പരുങ്ങുന്നത് കാണുമ്പോൾ അനിതയൊക്കെ അവിടേക്ക് വരികയാണ്. അപ്പോൾ അനിതയോടൊക്കെ ചോദിക്കുന്നുണ്ട്, ദയ എവിടെ? ദയയോട് വരാൻ വേണ്ടി പറ, ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറ എന്ന് വീണ്ടും വെപ്രാളം പിടിച്ച് പറയുകയാണ്. അപ്പോൾ ശബരിയൊക്കെ പരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വാസന്തിയും ധനനും കൂടി അങ്ങ് പറയുകയാണ്, അപ്പോൾ പഞ്ചരത്നത്തിൽ ദയ ഇല്ലേ എന്ന് അങ്ങ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മാഷ് പതറി പോവുകയാണ് കേട്ടോ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ എൻ്റെ മോൾ ഇവിടെ ഇല്ലേ ശബരി എന്ന് ചോദിക്കുമ്പോൾ ശബരി പേടിയോട് കൂടി പറയുകയാണ്, അത് ഞാൻ ഇവരെ ആരെയും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചരത്നത്തിലുണ്ട് എന്ന് പറഞ്ഞതാണ്. ദയ അവിടെയല്ല, ദയ ദാസാറിൻ്റെ വീട്ടിലാണ് ഉള്ളത് എന്നങ്ങ് പറഞ്ഞ് പെട്ടെന്നങ്ങ് വഴുതി മാറാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാസന്തിക്കും ധനനും ഒരു സംശയം വരുന്നുണ്ട്. അങ്ങനെ മാഷ് പറയുന്നത്, അത് ശരി, അവിടെയുണ്ടോ? ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ചീരുവിനെ മാത്രം ഞാൻ ദാസിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. എങ്കിലെന്നാൽ ഞാൻ അവിടേക്ക് പോവട്ടെ എന്ന് പറഞ്ഞ് മാഷ് പോവാൻ ഒരുങ്ങാൻ കേട്ടോ. അപ്പോഴാണ് ശബരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അപ്പോൾ അത് കാണുന്ന സമയത്ത് പെട്ടെന്ന് ധനൻ അത് എടുക്കാൻ വേണ്ടി നോക്കണ്ട. അപ്പോൾ ശബരി പറയണം, വേണ്ട നിങ്ങൾ എടുക്കണ്ട, ഞാൻ തന്നെ എടുത്തോളാം. എങ്കിൽ അത് സംസാരിക്കുക, എന്നിട്ട് സ്പീക്കറിലിട്, അത് ദാസാറാവും, ദയ അവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദയ വിളിച്ചതാവും എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ശബരി അത് പെട്ടെന്ന് എടുക്കാൻ കൂട്ടാക്കുന്നില്ല. ആ വിളിക്കുന്നത് നിതിനാണെന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നീ അത് എടുക്ക് ശബരി, ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുമ്പോൾ ശബരി പെട്ടെന്ന് അത് കട്ടായി പോയി എന്ന് പറയാണ്. അങ്ങനെ ഞാൻ എന്ന ദയയെ കാണാൻ വേണ്ടി പോവട്ടെ എന്ന് പറഞ്ഞ് മാഷ് ഇറങ്ങുന്ന സമയത്ത് രാമനാഥൻ പറയാണ്, മാഷ് ഏതായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് പോവാം എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഞാൻ പെട്ടെന്ന് മോളെ പോയി കാണട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങുന്ന സമയത്ത് ശബരിയും രാമനാഥനും കൂടി മാഷിനെ പതുക്കെ അങ്ങ് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയാണ്, കുറച്ച് നേരം സംസാരിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് കതക് കുറ്റിയിട്ട് ശബരി മാഷിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അച്ഛൻ ഇത് കേൾക്കുന്ന സമയത്ത്
വിഷമിക്കരുത് എന്നും പറഞ്ഞ് എല്ലാ കാര്യവും മാഷിനോട് അങ്ങ് പറയുകയാണ്. അപ്പോൾ സത്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് മാഷ് ആകെ ഷോക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ സമയം നിതിനാണെങ്കിലോ ദയയുമായിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ദയ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്താണ്? നിങ്ങളൊന്ന് ഒപ്പിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്. അതും എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ ഭർത്താവും അറിയാതെയാണ് നിങ്ങൾക്ക് ഞാൻ ഒപ്പിട്ട് തന്നത്. എന്നിട്ടാണ് എന്നോട് ഈ ചതി ചെയ്തത് എന്ന് ദയ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നിതിൻ പറയണേ, അത് ഞാൻ എൻ്റെ സേഫാണ് നോക്കിയത്. നിൻ്റെ അക്കൗണ്ടിലേക്കാണ് 20 ലക്ഷം രൂപ വരിക. അപ്പോൾ നീ അത് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിസ്ക് ഞങ്ങൾ എടുത്തത് എന്ന് പറയട്ടെ. അപ്പോൾ ദയ പറയണേ, ഞാൻ നിങ്ങൾക്ക് ആ പൈസ തന്നിരിക്കും. അതുകൊണ്ടല്ലേ ഞാൻ ആരെയും അറിയിക്കാതെ നിങ്ങൾക്കത് ഒപ്പിട്ട് തന്നത് തന്നെ. പിന്നെ എനിക്ക് ആ പൈസയുടെ ഒരു ആവശ്യവുമില്ല. അതെനിക്ക് വേണ്ടേനും എന്ന് പറയട്ടോ. അങ്ങനെയാണെങ്കിൽ നിൻ്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ വന്നാൽ എനിക്കത് ട്രാൻസ്ഫർ ചെയ്ത ശേഷം അപ്പം തന്നെ നിന്നെ ഒരു അപകടം കൂടാതെ തിരിച്ച് ഞങ്ങൾ അവിടെ എത്തിച്ചിരിക്കുമെന്ന് പറയണേ. നിങ്ങൾ എത്തിച്ചു തരികയൊന്നും വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറയട്ടോ. പക്ഷേ നിന്നെ അതിൻ്റെ മുന്നേ എങ്ങനെയെങ്കിലും വിടാമെന്നാണ് കരുതിയത്. നിൻ്റെ അക്കൗണ്ടിലുള്ള പൈസ നിൻ്റെ ഹസ്ബൻഡിന് കൊടുത്താൽ മതിയല്ലോ. അതിൻ്റെ മുന്നേ 20 ലക്ഷം രൂപ അവരുണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർ ഫോൺ പോലും എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പിറകിൽ എന്തോ ഒരു ചതി നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരിക്കലും അവർ നിങ്ങളെ ചതിക്കില്ല. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് ദയ പറയണം. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛന് വിളിച്ചാലും എൻ്റെ അച്ഛനും തരും. പക്ഷേ നിങ്ങളാരും അതിനൊന്നും നിൽക്കണ്ട. അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് തരാനുള്ള പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നിരിക്കും. എനിക്ക് നിങ്ങളുടെ 1 രൂപ പോലും വേണ്ട എന്ന് പറഞ്ഞ് ദയ ദേഷ്യപ്പെട്ട് നിതിനോട് സംസാരിക്കുകയാണ്. അപ്പം നിതിൻ പറയണ, അങ്ങനെയാണെങ്കിൽ നിനക്ക് നന്ന്, അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ ദയ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭീഷണി കേട്ടിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് തരാനുള്ള പൈസ ഞാൻ തന്നിരിക്കും. അത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ദയ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് പോവാം ഇവിടെ നല്ലതുപോലെ എന്നും പറഞ്ഞ് അവർ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് പറയണ, ഒന്നുകൂടി ശബരിയേട്ടന് വിളിച്ചു നോക്ക് എന്ന് ദയ പറയുമ്പോൾ, ഇനി ഞങ്ങളായിട്ട് വിളിക്കുന്നില്ല, അവനായിട്ട് വിളിക്കട്ടെ, അതുവരെ കാത്തിരിക്കാം. പിന്നീട് മാഷ് എല്ലാ സത്യവും അറിഞ്ഞ ശേഷം മാഷ് കരഞ്ഞുകൊണ്ട് തന്നെ ശബരിയുടെ മുന്നിൽ 2 കൈയും തൊഴുതു പിടിച്ചുകൊണ്ട് അങ്ങ് ക്ഷമ ചോദിക്കാൻ കേട്ടോ. രഘു പോലും നിന്നെ ഒന്നും അറിയിക്കാതെ ദയയെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഞാൻ പോലും ഒന്നും അറിഞ്ഞില്ല. ഇതിൻ്റെ പേരിലാണെങ്കിലും ശരി, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മാഷ് തൊഴുതുകൊണ്ട് അവരുടെ മുന്നിൽ അങ്ങ് ക്ഷമ ചോദിക്കാൻ കേട്ടോ. അത് കാണുന്ന സമയത്ത് ശബരിയും രാമനാഥനും പറയുകയാണ്, എന്താ മാഷെ ഈ കാണിക്കുന്നത്? എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ദയയെ ചേർത്ത് പിടിക്കുന്നതും സംരക്ഷിക്കുന്നതും എന്നൊക്കെ ശബരി പറയുകയാണ്. അപ്പോൾ രാമനാഥനും പറയുന്നുണ്ട്, ദയക്ക് അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചു പോയത് ഞങ്ങളൊന്നും അങ്ങനെ കാര്യമാക്കി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാഷിനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ അനുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഭാനുഅമ്മ വീട്ടിലുണ്ടാവും. എന്നിട്ട് അനുവിനോട് പറയുകയാണ്, എന്തിൻ്റെ പേരിലാണെങ്കിലും നീ എൻ്റെ അമ്മയുടെ മുഖത്ത് അടിച്ചു എന്നുള്ളത് തെറ്റു തന്നെയാണ്. ഇനിയിപ്പോൾ നീ എൻ്റെ കൂടെ എൻ്റെ അമ്മയുള്ള വീട്ടിലേക്ക്, ഞാനുള്ള വീട്ടിലേക്ക് നീ കുഞ്ഞിനെയും കൂട്ടി അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിനക്ക് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായിട്ട് അവിടെ ജീവിക്കാം. അതിന് നിനക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ നിന്നും എൻ്റെ കൂടെ പോരാമെന്ന് പറയുമ്പോൾ അനു പറയുകയാണ്, നിങ്ങളുടെ അമ്മ എന്നെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടതാണ്. ഇനി ഞാൻ ആ വീട്ടിലേക്ക് വരില്ല എന്ന് തന്നെ തീർത്ത് പറയുകയാണ്. അപ്പോഴത്തേക്കും ഇന്ദ്രൻ അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് ഇന്ദ്രൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞുമൊത്ത് ഇനി നീ ജീവിക്കേണ്ട, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞ് അനുവിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തട്ടിപ്പറിച്ച് വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അനു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല. എന്നിട്ട് കുഞ്ഞിനെ തിരിച്ച് ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ഇന്ദ്രൻ അനുവിനെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അതോടുകൂടി അനു നിലത്തേക്ക് വീഴുകയാണ്. എന്നിട്ട് ഇന്ദ്രനോട് അനു പറയുകയാണ്, നിങ്ങളെപ്പോലെ നിങ്ങളുടെ മകനും അമ്മയെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നാളെ ഇതിനുള്ള തിരിച്ചടി ഇവൻ്റെ കൈകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിച്ചിരിക്കും എന്നുള്ള ശപിക്കുന്ന പോലത്തെ വാക്ക് തന്നെയാണ് കേട്ടോ ഇന്ദ്രനോട് അനു പറയുന്നത്. അങ്ങനെ ഇന്ദ്രൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ കുഞ്ഞുമായിട്ട് വാശിയോട് കൂടിയിട്ട് അനുവിൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിന്നും ഇറങ്ങുകയാണ്. അങ്ങനെ അനു ഇന്ദ്രൻ്റെ പുറകെ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞിനെ ഇങ്ങ് തായോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ദ്രൻ വാശിയോട് കൂടി തന്നെ പോവുകയാണ്. എൻ്റെ അമ്മയെ നീ മുഖത്തടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ അർഹിക്കുന്ന ശിക്ഷ തന്നെ നിനക്ക് ലഭിച്ചിരിക്കണം. ഈ ചെയ്ത തെറ്റിന് എൻ്റെ വീട്ടിലേക്ക് നീ എൻ്റെ കൂടെ വരണം. എന്നിട്ട് നിനക്ക് എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണമെങ്കിൽ അവിടെ താമസിക്കാം എന്ന് പറയുന്ന സമയത്ത് അനു തീർത്ത് പറയുക തന്നെയാണ് കേട്ടോ, ഞാൻ അവിടേക്ക് വരില്ല. നിങ്ങളുടെ അമ്മ
ഇറക്കി വിട്ട ആ വീട്ടിലേക്ക് ഈ അനു ഇനി പടി കയറില്ല എന്ന് അനുവും വിട്ടുകൊടുക്കാതെ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അങ്ങനെ ഇന്ദ്രൻ ദേഷ്യപ്പെട്ട് കുഞ്ഞുമായിട്ട് അവിടെ നിന്നും പോവുകയാണ്. കുഞ്ഞുമായിട്ട് ചെല്ലുന്ന ഇന്ദ്രന് സുശീലയ്ക്ക് അങ്ങ് മനസ്സുകൊണ്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം കുഞ്ഞിനെ ഒരിക്കലും സുശീലയ്ക്ക് നോക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഇനി ഇന്ദ്രൻ സുശീലയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പോകുന്നത്.